ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ വന്നുവല്ലോ. ലാലേട്ടൻ വന്നിട്ട് കമ്പനിയിലെ ടാസ്കിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ഓരോരുത്തരോടും കുറിച്ചിട്ട് ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടേതായ അഭിപ്രായം പറഞ്ഞു. ലാസ്റ്റിൽ ലാലേട്ടൻ പറഞ്ഞു കമ്പനി ടാസ്ക് അഭിപ്രായം ലാലേട്ടൻ നന്നായിട്ടാണ് പറഞ്ഞിട്ട് പോയത്. പിന്നെ ലക്ഷ്മി അക്ബറും തമ്മിൽ നന്നായിട്ട് അവിടെ ഒരു വഴക്കുണ്ടായിരുന്നല്ലോ. ലക്ഷ്മി അക്ബറും ചേർന്നിട്ട് ആ വഴക്കിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ വീട്ടിലെല്ലാവരോടും ചോദിച്ചു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം അവിടെ പറയാൻ കിട്ടുന്നില്ല. എന്താ സംഭവിച്ചെന്ന് ആർക്കും അതിനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചില്ലായിരുന്നു. ലാലേട്ടൻ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അവിടെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇങ്ങനൊരു വാക്ക് ആ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ വഴക്കിനെ കുറിച്ചിട്ട് ചിന്തിച്ചു എന്നല്ലാതെ ഈ ഒരു വാക്ക് പറഞ്ഞത് ആരും അവിടെ അനലൈസ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങടെ അന്തവും വിട്ട് നിൽക്കണം. എന്താ പറഞ്ഞെന്നുള്ളൊരു ഇതിൽ നിൽക്കണം. അക്ബറിനെ പറഞ്ഞപ്പോ ആ അക്ബറും തിരിച്ച് ആൻസർ പറയുമ്പോൾ എല്ലാവരും അതിൽ ശ്രദ്ധിച്ചിട്ടിരുന്നു എന്നല്ലാതെ ലക്ഷ്മി പറഞ്ഞ വാക്കിനുള്ള അത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. വീഡിയോട്ട് കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും സങ്കടമായി. ഇത് പറഞ്ഞത് ആദില നൂറിനെ കുറിച്ചായിരുന്നു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. ഭയങ്കര സങ്കടമായി സഹിക്കാൻ പറ്റില്ല അവർക്ക് രണ്ടുപേർക്ക്. അങ്ങനെയാണ് ഈ ലക്ഷ്മി പറഞ്ഞ വാക്ക്. എല്ലാവർക്കും അത് ഫീൽ ആയതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു നിന്റെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവരെ കയറ്റും എന്നുള്ള വാക്ക് ലാലേട്ടൻ പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും ലക്ഷ്മി ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു എന്ന് ലാലേട്ടൻ പ്രത്യേകിച്ചും എടുത്തവളെ പറഞ്ഞു. ലാലേട്ടൻ ലക്ഷ്മിയായിട്ട് പൊരിച്ചു. ലക്ഷ്മി പറയുന്നത് എന്താ അറിയോ, ലക്ഷ്മിന്റെ മോൻ ബിഗ് ബോസ് കാണുന്നുണ്ട് അത്ര. അപ്പൊ മോൻ കാണുമ്പോൾ മോന്റെ മൈൻഡ് വന്നിട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് പോവത്ര. അപ്പൊ ഈ ലക്ഷ്മി പറയുന്നത് മോന്റെ കാര്യം മാത്രമേ ലക്ഷ്മി അവിടെ ചിന്തിക്കുന്നുള്ളൂ. ഈ കേരളത്തിൽ ഇത്രയും ജനങ്ങൾ അവിടെ കാണുന്നുണ്ട്, എത്ര കുട്ടികൾ കാണുന്നുണ്ട്, എത്ര ഫാമിലി ഇരുന്ന് അവിടെ കാണുന്നുണ്ട്, അതൊന്നും ലക്ഷ്മിക്ക് തോന്നുന്നില്ല. മോൻ കാണുന്നുണ്ട്, മോന്റെ മൈൻഡ് മാത്രം മാനിപ്പുലേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആൾ എന്തിനും ഇങ്ങനെ ഒരു വാക്കുകൾ പറയുന്നത്? ഒന്നുമില്ലെന്ന് ലക്ഷ്മി UK പോയി പഠിച്ചിട്ട് വന്ന ആളല്ലേ, ഒരു ആക്ടറല്ലേ, വെൽ എഡ്യൂക്കേറ്റഡ് ഉള്ള ആളല്ലേ, അവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ ലക്ഷ്മി. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുന്നുണ്ടോ? അവിടെ ഈ ഒരു വാക്ക് അവിടെ പറയാൻ പാടുന്നുണ്ടോ? അതാണ് എന്താ. അപ്പൊ അക്ബറോട് ലാലേട്ടൻ ഭയങ്കര ദേഷ്യം വന്നു. ലാലേട്ടൻ പോയിട്ട് അക്ബർ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ലാലേട്ടൻ പറയുന്നു. അക്ബർ പറഞ്ഞു UK പോയി പഠിച്ചിട്ട് വന്നിട്ട് എന്താ കാര്യം എന്ന് ലക്ഷ്മിയോട് ഇങ്ങനെ ചോദിക്കുന്നു. എല്ലാവരും ചേർന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി ഈ വാക്ക് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് നോർമലൈസ് ചെയ്യാൻ ഈ പറ്റില്ല എന്നുള്ള വാക്കിൽ തന്നെയാണ് ലക്ഷ്മി പിടിച്ചു നിൽക്കുന്നത്. ലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ട് മസ്താനി ഉണ്ടായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു ആരാണ് ലക്ഷ്മിക്ക് ഇതിനൊക്കെ സപ്പോർട്ട് എന്ന് ചോദിച്ചു. ഒരാളും അവിടെ കൈനോക്കിയില്ല. നമ്മൾ വിചാരിച്ചു മസ്താനി വേണമെങ്കിൽ കൈനോക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ലക്ഷ്മി പഠിച്ചതും മസ്താൻ കയ്യെ നോക്കിയില്ല. എല്ലാവരും അതോടുകൂടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്മാരിന് എന്ത് തന്നെയാണെങ്കിലും അവരുടേതായ ഫീലിങ്സ് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. ഒരിക്കലും ഒരു മനുഷ്യന്മാരിനെ ഇങ്ങനെ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാനും പാടില്ല, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പാടില്ല. ഇത് എത്രയോ കാലങ്ങൾ മാറി. 2025 നമ്മൾ ജീവിക്കുന്നത്. ഗവൺമെന്റ് എത്രയോ ഇതൊക്കെ മാറി. അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണ്ട ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു ലക്ഷ്മി ഇത് മനസ്സിലാക്കണം, ആരെയും ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു. പിന്നെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്, ഒരു കഥ പറയേണ്ട സ്റ്റോറി. അത് ഫസ്റ്റ് ലക്ഷ്മിയോടാണ് വായിപ്പിച്ചത്. ലക്ഷ്മി ഫസ്റ്റ് വായിച്ചു. പിന്നെ നമ്മളെ ജിഷിൻ വന്നിട്ടാണ് അവസാനിപ്പിച്ചത്. ലക്ഷ്മി ഫസ്റ്റ് വായിച്ചിട്ട് അനുമോൾക്ക് പറഞ്ഞു കൊടുത്തു. ഓരോരുത്തരും മറ്റു പറയണം. ഇത് പറയുമ്പോൾ ഓരോരുത്തരും പറയുന്ന വിധയെ മാറിപ്പോയി. കഥ സ്റ്റോറിയെ മാറി. നമ്മൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും ചിരിയാണ് വരുന്നതാണ് സ്റ്റോറി മാറിപ്പോയത്. അത്രയും ആ സ്റ്റോറിന് വന്നിട്ട് പറഞ്ഞ വിധം ഒന്ന് ഇവര് പറയുന്നത് മാറി പറഞ്ഞതും കഥ വേറെ എന്തോന്നായിപ്പോയി. അതെന്തായി എന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് മറ്റൊരാൾക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നിറയെ സംഭവങ്ങൾ അതാണ് നടക്കുന്നത്. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കത് അനലൈസ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു സ്റ്റോറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്നലെ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒനിയലിനോട് ലാലേട്ടൻ പറഞ്ഞു ഒനിയൽ നിന്റെ കാര്യങ്ങൾ നാളേക്ക് ഞാൻ പറയാം, ഇന്ന് ഞാൻ രണ്ടാൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ നാളെ നിന്റെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ
ഒക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നാളേക്ക് കാണാം. ബൈ.